ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലിലേക്ക് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ഒരു വിഡ്ത്ത് 2.5 ഇഞ്ചാണ് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ യോക്കിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ഇതുപോലെ ലീഫുകൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ലീഫ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വണ്ണമുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും തന്നെ വീതിയിലാണ് നമുക്ക് ഈ ഒരു ചെസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പോർഷൻസ് യോക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലീഫ് വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നല്ല വീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെസ്റ്റ് പോർഷൻ, ആ യോക്കിൻ്റെ പോർഷൻ അത്രയും ഭാഗം നമുക്ക് ലീഫുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിൽ ത്രെഡും അതുപോലെ തന്നെ കട്ട് ബീഡ്സുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 മെറ്റീരിയൽസ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ, ത്രെഡും ഈ ഒരു കട്ട് ബീഡ്സും. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഡിസൈനാണ് കേട്ടോ ഇത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ പ്രത്യേകിച്ച് വലിയ വർക്കൊന്നും ഇല്ല. ജസ്റ്റ് ആ ലീഫ് മാത്രം ത്രെഡ് വെച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ കട്ട് ബീഡ്സും നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഞാൻ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ബോർഡർ ഭാഗം, ആ യു നെക്കല്ലാണ് ചെയ്തിരിക്കുന്നത്. ആ യു നെക്കിൻ്റെ ആ ബോർഡർ വരുന്ന ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ചെറിയ കുഞ്ഞ് കട്ട് ബീഡ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ട് ആദ്യം ഒരെണ്ണം ഫിക്സ് ചെയ്തു, കുറച്ച് മുമ്പിലേക്ക് നീക്കിയിട്ടാണ് ത്രെഡ് എടുക്കുന്നത്. എന്നിട്ട് ഒരു ബീഡും എടുത്തിട്ട് ഫസ്റ്റ് ചെയ്ത് അതിനോട് ചേർന്ന് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനെ കുറച്ച് മുമ്പിലേക്ക് നീക്കിയിട്ട് ത്രെഡ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരനീഡിൽ ചെയ്യണ പോലെ തന്നെ നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ കുറച്ച് താഴത്തെ ഭാഗത്ത് നല്ലതായിട്ട് ലോക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഈ ഒരു ബീഡ്സ് പോവത്തില്ല. നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലൈൻ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈന് ഈ ഒരു താഴെ ഒരു ലെയറും കൂടെ നമുക്ക് വരുന്നുണ്ട് ബീഡ്സ്. അപ്പോൾ താഴെ കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ലൈനായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ലീഫാണ് കേട്ടോ. ലീഫ് ഞാൻ ചെയ്യാനായിട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് ഞാനൊരു 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ലീഫ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് സെൻറ്ററിലേക്ക് ഒരു നീളത്തിലൊരു ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ലോങ് സ്റ്റിച്ച് സൈഡിലേക്ക് ചെയ്ത് പോവുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഇപ്പം വന്നിട്ടുള്ളത് റോ മെറ്റീരിയൽ റോ സിൽക്കിലാണ്. അതായത് റോ കോട്ടൺ അല്ലെങ്കിൽ റോ സിൽക്ക് ഫാബ്രിക്കിലൊക്കെ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് സമയത്ത് ഫുള്ള് നമ്മൾ ജോർജറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു റോ കോട്ടണിലേക്ക് ട്രെൻഡിങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചൂട് സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഫാബ്രിക്കിലധികം ചൂടെടുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതലും ഈ ഒരു മെറ്റീരിയലിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ജോർജറ്റിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്യണം. നെക്കും ഷോൾഡറിൻ്റെ വിട്ടും യോക്കിൽ വർക്ക് വരണുണ്ടെങ്കിൽ യോക്ക്, അല്ലെങ്കിൽ നെക്ക് മാത്രമാണ് വർക്ക് വരുന്നതെങ്കിൽ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ്, ബോട്ട് നെക്കാണെങ്കിൽ അങ്ങനെ, റൗണ്ട് നെക്കാണെങ്കിൽ അങ്ങനെ, യു നെക്കാണെങ്കിൽ അങ്ങനെ, വി നെക്കാണെങ്കിൽ അങ്ങനെ, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് വരച്ച് കൊടുത്തതിന് ശേഷം വേണം ഫ്രെയിമിലേക്ക് വെക്കാനായിട്ട്. ഫ്രെയിമിൽ വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ പോകും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പലർക്കും ഡൗട്ടുണ്ട്. നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ വലിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളുടെ എങ്ങനെയാണോ നമ്മൾ വരച്ചേക്കുന്നത് ആ ഒരു രീതി തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് അയച്ചാലും ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ.
അപ്പോൾ ഇതാ നമ്മൾ ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഒരു 5 ബീഡ്സ് എടുത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുക താഴേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്തു, പിന്നെ നമ്മൾ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ച് ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ബീഡ്സും ആ ത്രെഡും അങ്ങനെ വരത്തക്ക വിധത്തിൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ ആ ഒരു ത്രെഡ് കൊണ്ടുള്ള ലീഫാണ് കേട്ടോ കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ത്രെഡിൻ്റെ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരു കോപ്പർ കളറിൽ തന്നെ ബീഡ്സിൻ്റെ ഒരു ഡിസൈനും കൂടെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടാണ് നമ്മളങ്ങനെ നെക്കിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബീഡ്സുകൾ 2 ലെയറായിട്ട് നമ്മൾ ചെയ്തു, ലീഫ് ചെയ്തു, അതുപോലെ ബീഡ്സിൻ്റെ ലീഫ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ചെസ്റ്റിൻ്റെ ഫുൾ പോർഷൻ, യോക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു യൂണിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ സ്ലീവിൽ നമ്മൾ നെക്കിൽ നമ്മൾ 2 ലൈനായിട്ട് നമ്മൾ ബീഡ്സ് കൊടുത്തല്ലോ, അപ്പോൾ അതേപോലെ തന്നെ സ്ലീവിലും വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഡിസൈനാണ്. ബിഗിനേഴ്സിന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.